മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷനാണ്, കറണ്ട് എനർജിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക, പോസിറ്റീവായിട്ടിരിക്കുക. ക്യൂനോ കപ്സ്, ദി വേൾഡാണ് വന്നിരിക്കുന്നത്. കാർഡ് കാണിക്കാൻ പാടില്ല. സ്റ്റാർ കാർഡാണ്, ഇതും കാണിക്കാൻ പാടില്ല. നിങ്ങളുടെ ഫീലിങ്സിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളെക്കുറിച്ചുള്ള ചിന്താഗതി എന്ന് പറയുന്നതും 7 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നീട് മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാവുന്നത് നമുക്ക് ഓരോന്നായിട്ട് എടുത്തു നോക്കാം കേട്ടോ. ആദ്യം എന്താണെന്നുള്ളത് ക്യൂൻ ഓഫ് കപ്സാണ് ഓവറോൾ എനർജിയിൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളെ നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നല്ല രീതിയിൽ ആൾ നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കിടയിൽ നല്ല തടസ്സം ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു വ്യക്തിയാണ് എന്നതാണ് നമുക്കിവിടെ മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ എനർജിയിൽ. കാരണം അത്രത്തോളം നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, അവരുമായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ള നിങ്ങളുടെ ലക്ഷ്യം തന്നെ നിങ്ങളുടെ വ്യക്തിയെ നേടിയെടുക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് നിങ്ങളുള്ളതെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ എനർജി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല കേട്ടോ. തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു മുറിവുണ്ടാക്കുന്ന തരത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ ശരിക്കും അത് നല്ല രീതിയിൽ മുറിവുണ്ടാക്കുന്നുണ്ട്, നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ ആ ഒരു കാര്യമാണ് നമുക്ക് കൂടുതലായിട്ടും നിങ്ങളുടെ ഈ ഒരു ഇതിൽ കാണുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ വഴക്ക് നടന്നേക്കാം നിങ്ങൾ തമ്മിൽ. അവർ രണ്ടുപേരും ഒരുപോലെ വഴക്കുണ്ടാക്കിയേക്കാം. ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് അത് നിങ്ങളെക്കുറിച്ച് അതിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ, നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം ആൾ ഹേർട്ട് ചെയ്തതായിട്ടാണ് കാണുന്നത്. അത് ആൾക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് കേട്ടോ, ഇത് ഓർക്കുന്ന സമയത്ത് തന്നെ. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്താഗതി എന്ന് പറയുമ്പോൾ ആൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ കാര്യത്തിൽ ഒരു ജസ്റ്റിസ് വേണമെന്ന് ആൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന അതാണ്, ഇതിനൊരു നീതി വേണം, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്, ഒരു ബാലൻസ് വേണം, ഈ ഒരു ബന്ധത്തിലൊരു ബാലൻസ് വേണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ ഒരു നിങ്ങൾക്കിടയിൽ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്ന അതാണ്. ശരിക്കും ആൾക്കിപ്പോൾ നിങ്ങളിൽ നിന്നും സൈലൻ്റായിട്ട് ഇറങ്ങിപ്പോയ വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു വ്യക്തി ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുള്ള അറിയാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. കാരണം മറ്റുള്ളവരുടെ ഇടപെടലും കാര്യങ്ങളെല്ലാം ഈ ഒരു ബന്ധത്തിലുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഇവിടെ ആക്ഷൻ എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നിങ്ങളുള്ളത്. ഒരു വശത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഈ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ എങ്ങനെയാണ് ഇത് ബാലൻസിലേക്ക് കൊണ്ടെത്തിക്കുക? ഈ ഒരു സമയം ഇത്രയും പ്രശ്നം നടന്ന സ്ഥിതിക്ക് ഈ ഒരു ബന്ധം ഇതിന് ഒരു നീതി വേണം, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന് ഒരു ബാലൻസ് വേണം, ഇതിനൊരു ജസ്റ്റിസ് യൂണിവേഴ്സ് എന്തെങ്കിലുമൊക്കെ ഇത് ശരിയാക്കി തരണം എന്നൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം നിങ്ങളാണെങ്കിൽ ഈ ഒരു സമയത്ത് അവരിൽ നിന്ന് മാറി പോകുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും നിങ്ങളാണ് ലോകമെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി തന്നെയാണ്, അതുപോലെ കൊണ്ടു നടന്ന വ്യക്തികളാണ് നിങ്ങൾ.
ഇപ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോകുന്നെന്നുള്ള ഒരു എനർജിയാണ് അവർക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കത് പറ്റുന്നില്ല. അപ്പോൾ അവർ എന്താ പറയുക, ഈ സമയത്ത് ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളിൽ നിന്നും ഈ ഒരു വ്യക്തി. അപ്പോൾ ഇത് ഹെയറോപ്പൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും നിങ്ങളെ നല്ല രീതിയിൽ ആൾ വാച്ച് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. യൂണിവേഴ്സിനടുത്തൊക്കെ അഭയം പ്രാപിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. നല്ല രീതിയിലുള്ള വഴക്കും കാര്യങ്ങളും ഇതിനകത്ത് നടന്നിട്ടുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിനകത്തുണ്ട്. മറ്റുള്ളവരുടെ അത് കാണുന്നുണ്ട്. ആ 5 of Wandsൻ്റെ എനർജിയാണ്. ശരിക്കും അടിപിടി ബഹളങ്ങളിലേക്കെല്ലാം ഈ ഒരു ബന്ധം വന്നേക്കാം. ശരിക്കും അങ്ങനെ അത് മറ്റുള്ളവർ വഴി ചിലപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം നടന്നേക്കാം. ശരിക്കും ഇതിലൊരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളതായിട്ടും നമുക്കിവിടെ കാണുന്നുണ്ട്. പൊറുക്കാൻ പറ്റാത്ത എന്തോ ഒരു തെറ്റ് അല്ലെങ്കിൽ എന്തോ ഒരു വാക്കായിരിക്കാം നിങ്ങളുടെ വ്യക്തിയിൽ നിന്നോ, നിങ്ങൾക്കത് പൊറുക്കാൻ പറ്റുന്നില്ല എന്നാണ് മെയിൻ കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെ വേണം. യാതൊരു തരത്തിൽ ആൾക്ക് നിങ്ങളെ വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആളിപ്പോൾ ഗൈഡൻസ് തേടുന്നുണ്ട് നിങ്ങളെ വിട്ട് കിട്ടാനായിട്ട്. മറ്റുള്ളവർ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ജ്യോതിഷന്മാരിൽ നിന്നോ അല്ലെങ്കിൽ റീഡേഴ്സിൽ നിന്നോ അപ്പോൾ എങ്ങനെയെങ്കിലായി ആളിപ്പോൾ ഗൈഡൻസ് തേടുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ കാസ്റ്റ് ഡിഫറൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്, ഏജ് ഡിഫറൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എല്ലാ കാര്യത്തിലും നിങ്ങൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമായി മാറിയേക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നേക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ ബ്ലോക്ക് ആക്കിയേക്കാം. ചില സാഹചര്യത്തിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇതൊരു നിങ്ങളുടെ വ്യക്തിയോ നിങ്ങളോ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ എങ്ങനെ ആയാലും ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ വേണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളാണെങ്കിൽ ഒഴിഞ്ഞു മാറുന്ന ഒരു സ്ഥിതിയിലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വ്യക്തി എല്ലാം മറന്ന് ഇപ്പോൾ ആൾക്കിപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള ഒരു സിറ്റുവേഷനിലല്ല. ആളുടെ സിറ്റുവേഷനിൽ ഇനി ആരൊക്കെ ആളുടെ കൂടെ ഉണ്ടെങ്കിലും അതിനൊക്കെ ആളിപ്പോൾ കണ്ടില്ലെന്ന് നടിക്കുക. അതിൽ നിന്നൊക്കെ ആൾ മൂവ് ഓൺ ചെയ്യുക. ഇപ്പോൾ എല്ലാം ആൾക്ക് മതിയായി. ആളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞെങ്കിൽ ആളിപ്പോൾ പുറംതിരിഞ്ഞ് നിൽക്കേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ. ആൾക്ക് അത്രയും ഇപ്പോഴത്തെ ആൾ ഏത് സിറ്റുവേഷനിലാണോ ഉള്ളത് അവിടെ നിന്നും ആൾക്ക് മൂവ് ഓൺ ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് ആളുള്ളത്. നിങ്ങളാണെങ്കിൽ നല്ല ഈഗോ നിങ്ങൾക്കുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. കാരണം നിങ്ങൾക്ക് ഒരു വാശിയുണ്ട്. കാരണം ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ രണ്ടുപേർക്കും ഉണ്ടാവും ആ ഈഗോ പ്രശ്നങ്ങൾ. പക്ഷേ ഇപ്പോൾ കൂടുതൽ എഫേർട്ട് എടുക്കുന്നത് നിങ്ങളുടെ വ്യക്തിയാണ്. കാരണം അവർക്ക് ഇപ്പോൾ നിങ്ങളെ കിട്ടിയേ പറ്റൂ, നിങ്ങളെ വേണം. അപ്പോൾ എന്തോ ഒരു പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റ് നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ വാക്കുകളായിരിക്കാം, അത് നിങ്ങൾക്ക് സഹിക്കാവുന്നതിലപ്പുറത്തായിരിക്കാം ചിലപ്പോൾ. പക്ഷേ ഇവിടെ നിങ്ങളാണെങ്കിൽ ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നിങ്ങളുടെ വ്യക്തിക്ക് ഒരു തരത്തിലും നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ആ ഒരു വാശി പുറത്ത് തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നതെന്നാണ് കാണുന്നത്. ഇവിടെ ഫീലിങ്സ് നോക്കുന്ന സമയത്ത് എന്തൊക്കെയോ ഇതിലൊരു ബ്ലാക്ക് മാജിക്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ മൂന്നാമത് വ്യക്തികളുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. നിങ്ങളെ തമ്മിൽ തെറ്റിക്കാനായിട്ട് വേറെയും ആൾക്കാർ ഇതിൽ ശ്രമിക്കുന്നുണ്ട്. ശരിക്കും ഇതൊരു ബ്ലാക്ക് മാജിക്കലൊക്കെ നിങ്ങളുടെ വ്യക്തിയിലോ നിങ്ങളിലോ ചെയ്തു വെച്ചതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ബന്ധം തന്നെ ഇല്ലാണ്ടാക്കാനായിട്ട് എന്തൊക്കെയോ തരത്തിൽ നിങ്ങൾക്കിടയിൽ ചെയ്ത്, അത് കുറച്ച് പേർക്ക് മാത്രമാണ് അങ്ങനെ കാണുന്നത്, എല്ലാവർക്കും അങ്ങനെ കാണുന്നില്ല. കൂടുതൽ ആൾക്കാർക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ വാക്കുകളായിരിക്കാം, മൂർച്ചയുള്ള വാക്ക് നിങ്ങൾക്ക് സഹിക്കാവുന്നതിലപ്പുറത്തായിരിക്കാം ചിലപ്പോൾ. അതും ഇവിടെ കുറച്ച് പേർക്ക് അങ്ങനെയും കാണുന്നുണ്ട്. അതിൻ്റേതായ ഇതിലിപ്പോൾ നിങ്ങൾ വിട്ടുമാറി നിൽക്കേണ്ട ഒരു അവസ്ഥ. കാരണം സഹിക്കാവുന്നതിലും അപ്പുറം നിങ്ങൾ സഹിക്കും. പക്ഷെ നിങ്ങൾ അത്രത്തോളം ഇവർ കൊണ്ടുപോയതാണ്. ഇവരാണ് നിങ്ങളുടെ ലോകം എന്ന് പറഞ്ഞ നിങ്ങളാണ്. പിന്നീട് നിങ്ങൾക്കൊരു മാറ്റം വന്നു. കാരണം പിന്നെ നിങ്ങൾക്ക് സഹിക്കാവുന്നതിൽ അപ്പുറത്തായി എന്തൊക്കെയോ പ്രശ്നങ്ങൾ. പക്ഷെ ഇതിൽ കുറച്ച് പേർക്കും ഒരു ബ്ലാക്ക് മാജിക്കൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആരൊക്കെയോ നിങ്ങളുടെ വ്യക്തിയോ നിങ്ങളുടെ ഇതിൽ നല്ല രീതിയിൽ കാണുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ ബന്ധത്തെ ഇഷ്ടമല്ലാത്ത ആൾക്കാരെ കാണുന്നുണ്ട്. ഇതിനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ കാണുന്നുണ്ട്. ശരിക്കും ഇതൊരു തേർഡ് പാർട്ടി ആയിരിക്കാം, ചിലപ്പോൾ ബ്ലാക്ക് മാജിക്കൽ ചെയ്ത് വെച്ചതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഇതിന് പിന്നിൽ നിങ്ങളുടെ അങ്ങനെ കാണുന്നുണ്ട് നല്ല രീതിയിൽ നമുക്ക്. അപ്പോൾ ഇവിടെ ഫീലിങ്സിൽ നോക്കുമ്പം ഈ ഒരു വ്യക്തിക്ക് എന്തൊക്കെ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നാലും അവർക്കോ നിങ്ങൾക്കോ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ വഴക്കുണ്ടാക്കി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും പറയും ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലായി പുറത്ത് കിടക്കണം എന്നുള്ള വാശിയിൽ നിങ്ങളും പറയും നിങ്ങളുടെ വ്യക്തിയും പറയും. പക്ഷേ എന്നാലും രണ്ടുപേരും ഈ ഒരു ബന്ധത്തിൽ തന്നെ വീണ്ടും പെട്ടുപോകുന്നൊരവസ്ഥ. അല്ല എന്ന് വെച്ചാൽ എന്തൊക്കെ ഇനിയിപ്പോൾ നിങ്ങളെ കുത്തി നോവിച്ചാലും
അവർക്ക് എങ്ങനെയായാലും രണ്ടുപേരും വഴക്കുണ്ടാക്കിയാലും ശരി, രണ്ടുപേരും ഈ ഒരു ബന്ധത്തിൽ നിന്നും വിട്ടുമാറാൻ നിങ്ങളുടെ വ്യക്തിക്കും പറ്റുന്നില്ല, നിങ്ങൾക്കും പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. ആൾക്ക് ഒരു റീയൂണിയൻ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു റീകൺസിലേഷനൊക്കെ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും പറഞ്ഞ് ശരിയാക്കണം, ഈ ബന്ധത്തെ ഒന്ന് ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത്. അതിനുള്ള പ്ലാനൊക്കെ തയ്യാറാക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു കാര്യത്തിലേക്കാണ് ആളുടെ ഇപ്പോഴത്തെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ബന്ധം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോയേ പറ്റൂ. ഒരു ജസ്റ്റിസ് നിങ്ങളിൽ നിന്നും ഈ വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട്. ആളുടെ ഒരു സക്സസ് എന്ന് പറയുന്നത് അത് നിങ്ങളാണ്. കാരണം ആൾക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഇല്ലാത്തത് ആളെ സംബന്ധിച്ചും ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആളുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. ഇവിടെ കാണുന്നതും ഇത് വേൾഡ് തന്നെയാണ് കേട്ടോ. ഈ ഒരു ബന്ധം സക്സസ്സിലേക്ക് വരും എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ഇത് മുന്നോട്ട് പോകുന്ന ബന്ധം തന്നെയാണ് കേട്ടോ. കാരണം ഇതിൽ എന്തൊക്കെ പ്രശ്നം, ഇപ്പോൾ നിങ്ങൾ ഒരു ഡിസിഷൻ, നിങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ വാശിപ്പുറത്താണ്. പക്ഷേ ഈ ഒരു കാർഡ്സ് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ ബന്ധം അങ്ങനെ അവസാനിക്കുന്ന ബന്ധമല്ല. നിങ്ങളിപ്പോൾ എന്തൊക്കെ നിങ്ങളുടെ എനർജിയിൽ ഇപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും ഈ ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറിയേ പറ്റൂ. അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും കണക്റ്റ് ആവും എന്നാണ് കാർഡ്സ് പറയുന്നത് കേട്ടോ. ഇത് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെയും കാര്യം പറയുകയാണെങ്കിൽ. അവർ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വാക്ക് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വഴക്കൂടുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സമയത്ത് അവരായാലും പറയും ഈ ഒരു ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറണം എന്നൊക്കെ പറയും. പക്ഷേ അവർക്കായാലും പറ്റില്ല, നിങ്ങൾക്കായാലും പറ്റില്ല. പക്ഷേ ഇതിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരും ഉണ്ട്. അത് കുറച്ച് വിഭാഗം പേർക്കാണ് അത് കാണുന്നത്, എല്ലാവർക്കും കാണുന്നില്ല. കുറച്ച് വിഭാഗം പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്. എന്നാലും ഈ ഒരു വ്യക്തിക്കോ നിങ്ങൾക്കോ ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ഒരു കാർമിക് കണക്ഷനായിട്ടാണ് കാണുന്നത്. പക്ഷേ അതൊരു കർമ്മയുടെ ഭാഗമായിട്ട് വന്നൊരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറേ കാര്യങ്ങൾ ഇത് തീർക്കാനുണ്ട്. തടസ്സങ്ങൾ ഒരുപാടുണ്ട്. ഈ ബന്ധം മുന്നോട്ട് പോകണമെങ്കിൽ തന്നെ നല്ല തടസ്സങ്ങളുണ്ട്. ഒരുപാട് പേരുടെ എനർജീസൊക്കെ ഇതിൽ കടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഇത് മുന്നോട്ട് പോകും തോറും. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ പിടിച്ചു നിൽക്കുന്നതായിരിക്കും, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. വീണ്ടും നിങ്ങൾ പെട്ടുപോകുന്നൊരവസ്ഥ ഇതിനകത്ത് തന്നെ. പക്ഷേ ഇത് ഇപ്പോഴൊന്നും അവസാനിക്കുന്ന ബന്ധമല്ല, ഇത് ലൈഫ് ലോങ് ഇത് മുന്നോട്ട് പോകുന്ന ബന്ധം തന്നെയാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങളുടെ വ്യക്തിക്കായാലും അങ്ങനെ തന്നെ. ഇനി എന്തൊക്കെ തേർഡ് പാർട്ടി ഇതിനകത്ത് ഉണ്ടെങ്കിലും ശരി, ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ വിട്ട് കളയാനോ അല്ലെങ്കിൽ വിട്ട് കൊടുക്കാനോ അവർക്ക് സാധിക്കില്ല. നിങ്ങൾക്കായാലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. എന്തൊക്കെ നിങ്ങൾ വാശി കാണിച്ചാലും ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്കായാലും അങ്ങനെ വിട്ട് കളയാൻ സാധിക്കില്ല എന്നതാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. കുറച്ച് ക്ലൂസ് എടുത്തു നോക്കാം ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട്. അത്തം, റിയൂണിയൻ, ലെറ്റർ ഡി ആണ്, ജി കേട്ടോ. ഭരണി, ലെറ്റർ ബി ആണ്, ജനുവരി, വൈറ്റ് കളർ, ലെറ്റർ എ, മാർച്ച് മാസം, ലെറ്റർ കെ, ഗ്രീൻ കളർ, ലെറ്റർ സെഡ് ആണ് വന്നിരിക്കുന്നത്. കോഴിക്കോട്, ലെറ്റർ എച്ച്, ലെറ്റർ പി, വൈറ്റ് ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കാണുന്നുണ്ടാകാം ഈ സമയത്ത്. ലെറ്റർ ഇ ആണ് വന്നിരിക്കുന്നത്, ഇ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്